പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്ന് പാടിയ ആ പാട്ടിന്റെ ഒരു വരി നമുക്ക് പിന്നെയും പാടാം. വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ വാനവിധാനത്തിൽ ദൂതരുമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധു ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വിണ്ണിൽ തൻ സന്നിധു ചേർന്നിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് എനിക്ക് വളരെയധികം എന്നെ ഇന്ന് ആശ്വസിപ്പിച്ചു. കാരണം നമ്മുടെ ഏക പ്രത്യാശ അതാണല്ലേ, നമ്മൾ മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും നമ്മൾ വിണ്ണിൽ ചേരും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ അതാണ് നമ്മളെ വഴി നടത്തുന്നത് അല്ലെ. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ കർത്താവ് വരും വേഗം. ആ കർത്താവിന്റെ സൈഡിൽ ചേരാനാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ പ്രഭാതത്തില് എല്ലാവരും ഈ വീക്കെൻഡിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആരും കർത്താവിന്റെ സന്നിധി നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. പിന്നെ എന്നെ തന്നെ ഞാൻ പരിചയപ്പെടുത്തുവാണ്. എൻ്റെ പേര് ലിത എന്നാണ്. ഞങ്ങൾ ദുബായിൽ നിന്ന് വന്ന, ഞാൻ വലിയ പ്രാസംഗികയൊന്നും അല്ല, അത് ആദ്യമേ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞങ്ങളെ ദൈവമാണ് ഈ ദേശത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ദൈവസ്ഥയിൽ ഞാനൊരു തീരുമാനം എടുത്തു. ദൈവത്തെ ഉയർത്താൻ ദൈവം എനിക്ക് ഏത് സാഹചര്യം ഒരുക്കിയാലും ഞാനത് ഉപയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനം ഞാൻ ദൈവത്തിൽ എടുത്തു. ആ ഒരു തീരുമാനത്തിന്റെ മുന്നിൽ മാത്രം ഞാൻ ആയിരിക്കുകയാണ്. ഞാനല്ലാതെ വലിയ പ്രഗത്ഭയോ വചനം ശുശ്രൂഷിക്കുന്ന ആളോ ഒന്നും അല്ല. ദൈവം എന്നെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങൾ ഹ്യൂസ്റ്റന്റെ പ്രദേശത്തായിരിക്കുന്നു. ഞാൻ ആദ്യം കയറിയപ്പോൾ എൻ്റെ ഒരു ജോലിയുടെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇതുവരെ എൻ്റെ ജോലി ആയിട്ടില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു തക്ക സമയം ഉണ്ടല്ലോ. അപ്പൊ ആ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതിന് ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനകൾ ഓർക്കണം. ഞാൻ കെമിസ്റ്റായിട്ടാണ് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ. ആരെങ്കിലും വായിക്കുമോ അതോ? വായിക്കാം. 27-ന്റെ 1 മുതൽ. അനന്തരം യോസേപ്പിന്റെ മകനായ മനശ്ശയുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാഹീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഏഫേരിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ മോശയുടെയും ഏലയാസാർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവർ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. തങ്ങളുടെ അപ്പന് മകൻ ഇല്ലായകൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്നും ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഹാഫാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അത് മതി. ബാക്കി നോക്കി. അപ്പൊ നമ്മള് ബൈബിള് പല പ്രാവശ്യം പല മെസ്സേജുകൾ അല്ലെ, നമ്മൾ ഇത്രയും വർഷത്ത് നമ്മൾ എത്ര മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സെലോഫഹാദിന്റെ പെമ്മക്കളെ പറ്റി 4 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് വളരെ ചുരുക്കം, എനിക്ക് അറിയില്ല ഇവിടെ ഉള്ളവർ കേട്ടിട്ടുണ്ടോന്ന് പോലും. ഞാൻ ഈയിടെയാണ് ഇത് കേൾക്കുന്നത്. 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ പറ്റി അങ്ങനെ അധികം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇത്രയും 4 പ്രാവശ്യം അവരെ പറ്റി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവര്
ദൈവസന്നിധിയിലുള്ള അവരുടെ ഒരു പ്രത്യാശ. 26-ാം അധ്യായം അവസാന വാക്യം നമ്മൾ ഈ സംഖ്യാപുസ്തകത്തിന് ആ പേര് വന്ന് തന്നെ 2 പ്രാവശ്യം കണക്കെടുക്കുന്നുണ്ട്. ആദ്യ ഭാഗങ്ങൾ ഒരു കണക്കെടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ഭാഗത്തെ ഈ കണക്കെടുപ്പിന്റെ സമയത്താണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അതിന്റെ ആ 26-ന്റെ അവസാന വാക്യം നമുക്ക് കാണാം. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് അഹോബ അവരുടെ കുറിച്ച് അരുളി ചെയ്തിരുന്നു. എഫിന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തന് ശേഷിച്ചില്ല. അല്ലെ? എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം വാഗ്ദത്തം ചെയ്തതും എല്ലാം കണ്ട് വന്ന എല്ലാ മനുഷ്യരും, അല്ലെ, നേരിൽ കണ്ടവരെല്ലാവരും ആ മരുഭൂമിയിൽ വെച്ച് തന്നെ പട്ടുപോയി. അല്ലെ? അവരുടെ പല പിറുപിറുപ്പുകളും അവരുടെ തന്നെതായ, അല്ലെ, അവരുടെ കാരണങ്ങൾ കൊണ്ട് അവര് ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാത്തതുകൊണ്ട് അവരുടെ പിറുപിറുപ്പ് മുഖാന്തരം അവരും എല്ലാരും പട്ടുപോയി. പക്ഷെ ഈ പുതിയൊരു തലമുറ എഴുന്നേക്കും അവിടെ. ഇവരെ അത്ഭുതമൊന്നും ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുള്ളവരായിരിക്കത്തില്ല, കണ്ടെങ്കിലും അവർക്ക് ഓർമ്മ പോലും കാണാനുള്ള സാധ്യതയില്ല. അപ്പൊ അത്രയും ചെറിയ പിള്ളേരായിരുന്നായിരിക്കണം ഇവര്. പക്ഷെ അവരൊരു കാര്യം ഉറച്ചു വിശ്വസിച്ചു. അല്ലെ? അവരും കണ്ടിട്ടില്ല ഈ വാഗ്ദത്ത ദേശം. ഈ യോശുവയും കാലേബും വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാതെ ആർക്കും ഒന്നും അറിയില്ല. അപ്പം ഈ ഇവരുടെ പിതാവും ഈ ദൈവത്തെ വിശ്വസിക്കാതെ ആ പിറുപിറുപ്പ് മുഖാന്തരം മരിച്ചു പോയതാ. അത് അവര് പറയുന്നുണ്ടല്ലോ, അവരുടെ പാപം മൂലം മരിച്ചു പോയതാണ്. പക്ഷെ എന്നിട്ടും ഈ മക്കൾ അവര് വിശ്വസിച്ചു. അല്ലെ? ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത ഒരു ദേശം അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ദേശം ദൈവം ഞങ്ങൾക്ക് തരും. അവിടെ ഞങ്ങൾ വേറൊരാടെ, അല്ലെ, ഇവര് കല്യാണം കഴിച്ച് വേറൊരു ഗോത്രത്തില് നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടായി, അല്ലെ? പക്ഷെ അങ്ങനെയല്ല. എന്റെ അപ്പന്റെ സ്വത്ത്, അല്ലെ, ഞങ്ങൾക്കൊരു സ്വത്ത് വാഗ്ദത്ത ദേശത്ത് വേണമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഈ സ്ത്രീകളെ ഒന്നും എണ്ണത്തിൽ പോലും, ജനസംഖ്യ എടുക്കുമ്പം പോലും സ്ത്രീകളെ കണക്ക് കൂട്ടത്തില്ല. യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ അന്ന് കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും വലിയ മോശം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രസിഡന്റ് പോലെയുള്ള ഒരു, അല്ലെ, ആ പ്രസിഡന്റിന്റെ അടുത്ത് അവര് അന്ന് പെണ്ണുങ്ങൾ വെളിയിൽ ഇറങ്ങുന്ന തന്നെ വലിയ ഒരു തെറ്റായിട്ട് സമൂഹം കണ്ടിരുന്ന സമയത്ത് അവരൊന്നുമില്ല, ധൈര്യത്തോടെ ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് അവര് മോശയുടെ അടുത്ത് എത്തുക. അല്ലെ? മോശയോട് എന്നിട്ട് നേരിട്ട് പറയുക. അപ്പം അവർക്ക് ഏറ്റവും വലിയ, അവരുടെ പിതാവ് പാപം ചെയ്തു, മരിച്ചു, പിറുപിറുത്തു, എല്ലാം ചെയ്തു. പക്ഷെ അവര് ഏറ്റവും തെറ്റായിട്ട് അവർ കാണുന്നത് എന്താന്ന് വെച്ചാൽ കോരഹിന്റെ ഇതല്ലേ, എന്റെ പിതാവ് കോരഹിന്റെ ആ സംഘത്തിൽ കൂടിയിട്ടില്ലെന്നുള്ളതാണ് അവര് പിതാവിനെ കുറിച്ച് അവർക്ക് പറയാനുള്ള ഒരു പിന്നെ നല്ല കാര്യം. അപ്പം കോരഹ ആരായിരുന്നു? അല്ലെ? അധികാരങ്ങളോട് മറുതലിച്ച്, അല്ലെ, മോശയുടെ അധികാരത്തോട് മറുതലിച്ച് നിന്ന ആളാണ്. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ മറുതലിക്കായിരുന്നു, അല്ലെങ്കിൽ അവിടെ സമരം ചെയ്യായിരുന്നു, അല്ലെ അവരെ പോലെയുള്ള ആൾക്കാരെ കൂട്ടി അവർക്ക് മോശയുടെ എതിരെ തിരിയായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, മോശയെ ദൈവം ആക്കിയത്. ആ മോശയിലൂടെ തന്നെ ദൈവം ഞങ്ങൾക്ക് നീതിയായത് ചെയ്യും. ഓക്കെ, എല്ലാം എഴുതി വെച്ചേക്കുക, അല്ലെ? ദൈവം എല്ലാം കൊടുത്തു, സീനായിൽ അവർക്ക് നിയമങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഇങ്ങനെ ഒരു നിയമം അതിനകത്തില്ല. അപ്പം ഈ പിതാവും ആമക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാല് പുത്രിമാർക്ക് ഒരു സമ്പത്തും ഇല്ല. അത് പിതാവിന്റെ സഹോദരന്മാർക്കാ പൊക്കോണ്ടിരുന്നത് ആ സമയത്ത്. അപ്പം ഇവർക്ക് ആ നിയമം മാറ്റി എഴുതണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് വന്നത് മോശയുടെ അടുത്ത്. എന്നാൽ അന്നേരം മോശയ്ക്കും അറിയത്തില്ല എന്തോ ചെയ്യേണ്ടതെന്ന്. മോശ പറയും, ഇല്ല, ഓൾറെഡി ഇങ്ങനെ നിയമം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു വിടുവല്ല ചെയ്തത്. മറിച്ച് ദൈവസന്നിധി പോയി. ദൈവം അന്നേരമാണ് അവരുടെ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ലെ? അപ്പൊ നമ്മളും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അതിനാണ് ഈ വചനം ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് ഈ വചനത്തിൽ. അപ്പൊ ആ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മള് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലണം. അപ്പൊ അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. ഇവിടെ നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അപ്പൊ ഇതാണ് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്. അല്ലെ? നമ്മളിപ്പോ ഇത്രയും മണിക്കൂർ, 1 മണിക്കൂറോളം നമ്മൾ പ്രാർത്ഥിച്ചു വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? ദൈവത്തിന് അറിയാമല്ലോ നമുക്ക് വിഷയമുണ്ടെന്നും ഇതുണ്ടെന്നും. പക്ഷെ നമുക്കും അതൊരു ഭാരമാണെന്നും, ദൈവമേ ഇത് നീ ഒന്ന് കാണണം. നമ്മൾ ദൈവത്തോട് വ്യവഹരിക്കുക, അല്ലെ? യിരെമ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ. അപ്പം അതുപോലെ തന്നെയാണ്, അല്ലെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് ആണ് ഈ വചനങ്ങളിൽ കാണുന്നത്. അല്ലെ? ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ്, പുലർത്താൻ ശക്തനാണ്, എല്ലാം ഓക്കെ. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആവശ്യക്കാരാണെന്ന് ദൈവത്തിന് ആദ്യമേ മനസ്സിലാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ വചനഭാഗം. അപ്പം അവര് ഒന്നാമത് ഈ സെലോഫഹാദിന്റെ മക്കളുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവര് ഒരിക്കലും കണ്ടിട്ടില്ല വാഗ്ദത്ത ദേശം. പക്ഷെ ദൈവം, അല്ലെ, അവർക്ക് വേണ്ടി ഒരു വാഗ്ദത്ത ദേശം ഒരുക്കിയിട്ടുണ്ട്. ആ വാഗ്ദത്ത ദേശം അവർക്ക് കിട്ടുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു.
അല്ലെ? യോശുവയോടും കാലേബിനോടും ഒപ്പം അവർ വിശ്വസിച്ചു. അത് ദൈവം ഞങ്ങൾക്ക് തരും. അത് തരുമ്പോൾ അവിടെ ഞങ്ങൾക്കൊരു അവകാശം വേണം. ഞങ്ങൾ ഇവിടെ അന്യരെ പോലെ ജീവിക്കാനല്ല, ഞങ്ങൾക്കൊരു അവകാശം വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് അവര് മോശയുടെ അടുത്ത് ചെന്നത്. അപ്പൊ നമ്മളും അതുപോലെ ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അല്ലെ? ഒരു ദേശം. അപ്പൊ ആ ദേശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച്, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കണം. അതുപോലെ ഈ എന്നും അപ്പൊ അവർക്ക് പിന്നെ വേറെ രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്നും ഈ കൂടാരവാസികളായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ളവരല്ല, അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വാഗ്ദത്ത ദേശമുണ്ട്. ആ വാഗ്ദത്ത ദേശത്തിന് വേണ്ടി നമ്മൾ അവിടെ നമ്മുടെ അവകാശം നമ്മൾ ഭദ്രമാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നമുക്ക് ഈ കൂടാരമാകുന്ന ഭവനത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, അല്ലെ? പലപ്പോഴും ഈ വിശ്വാസം ഇട്ടിട്ട് പോയാൽ അങ്ങനത്തെ വിവിധ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഈ ലോകമല്ല, മറിച്ച് കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാലും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു നിത്യഭവനം ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ നമ്മുടെ അവകാശം നിശ്ചയമാക്കുക, അത് നമുക്ക് ഫിക്സ് ആക്കി വെക്കുക. അതാണ് നമ്മുടെ ഈ ലോകത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ മറുതലിച്ച്, ദൈവത്തോട് മറുതലിച്ചല്ല, മറിച്ച് ദൈവം ആരെ ആക്കി വെച്ചിരിക്കുന്നു, ആരെയാണ് നമ്മുടെ മധ്യസ്ഥന്മാർ, അവരിൽ കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വരിക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ഏത് സഭയിലാക്കി വെച്ചിരിക്കുന്നു, അവിടെ ഏത് ദൈവദാസനെ നമുക്ക് തന്നിരിക്കുന്നു, ആ ദൈവദാസന്മാരിൽ കൂടെ അവരുടെ സഹായത്തോടെ, അവരുടെ ഇതോടെ എല്ലാം നമ്മൾ ജീവിക്കുക, അവരോട് സഹകരിച്ച് ജീവിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അതൊക്കെ ആണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സെലോഫഹാദിന്റെ മക്കളുടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കാനുള്ളവരല്ല, മറിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരു അവകാശം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അവകാശം അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി ജീവിക്കണം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് ഈ കൂടാരമായ ഭവനമുണ്ട്. പക്ഷെ ആ കൂടാരമായ ഈ ഭവനത്തെ നമ്മൾ എന്ന് ജീവിക്കാനുള്ളവരല്ല, പക്ഷെ നമ്മുടെ ഒരു സ്വർഗീയ ഭവനം നമുക്കുണ്ട്, ശാശ്വതമായ ഭവനം. ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അതിലോട്ടുള്ള ഒരുക്കങ്ങളായിരിക്കണം ഓരോ ദിവസവും നമ്മളെ തന്നെ ഒരുക്കി ജീവിക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങൾ, സഭ, അതിന് കീഴ്പ്പെട്ട് അതിന്റെ ചട്ടവട്ടങ്ങളിൽ നമ്മൾ ജീവിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സെലോഫാദിന്റെ ഈ അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനോട് ഇത് അനുബന്ധിക്കുന്ന വെച്ചാൽ, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, നീതീകരണം, അല്ലെ? നമ്മൾ നീതീകരിക്കപ്പെട്ടു. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ കർത്താവ് യേശുവിനെ വിശ്വസിക്കുന്ന ഏവരും നീതീകരിക്കപ്പെടും. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വിശുദ്ധീകരണം, അല്ലെ? നമ്മൾ ദിനം പ്രതി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി കർത്താവ് നമ്മളെ നിങ്ങൾ വിശുദ്ധീകരിക്കണം അങ്ങനെയല്ല, നമ്മളെ അങ്ങ് വിട്ടേക്കുമല്ല. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി അതിനൊരാളെ തന്നിട്ടുണ്ട്. അത് യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ ലേഖനം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 14-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പം സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ, അല്ലെ, നമുക്ക് വേണ്ടി തരും കർത്താവ്. അപ്പം കാര്യസ്ഥ എന്നുള്ള ആ വാക്കിന് അവിടെ ഗ്രീക്ക് പദം അലോസ് പാരാക്ലീറ്റോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഗ്രീക്കില് നമുക്ക് എപ്പോഴും രണ്ട് പദങ്ങളുണ്ട് വ്യത്യസ്തം എന്നുള്ളതിന്. അതായത് ഹെട്രോസ് എന്നുള്ള ഒരു പദമുണ്ട്, അലോസ് എന്നുള്ള ഒരു പദമുണ്ട്. അപ്പം ഹെട്രോസ് എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ സാധനങ്ങൾ. അപ്പം ഉപ്പും പഞ്ചസാരയും രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ അതിനാണ് ഹെട്രോസ് എന്ന് പറഞ്ഞത്. അലോസ് എന്ന് പറഞ്ഞാൽ ഒരേ സാധനങ്ങൾ, ഇപ്പൊ ഐസ്, വെള്ളം, രണ്ടും ഒന്നാണ്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പം കർത്താവാണ് പാരാക്ലീറ്റോസ്. അപ്പം അലോസ് പാരാക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ തന്നെ നമ്മളോട് ഇരുന്നത്. ഇപ്പൊ കർത്താവ് ശിഷ്യന്മാരോടുകൂടി എങ്ങനെ ഇരുന്നത്, അവർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അവർക്കുള്ള എല്ലാം ഇത് ചെയ്ത് നടത്തിയ പോലെ നമ്മളെ നടത്താൻ വേണ്ടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഈ അന്യഭാഷ പറയുമ്പോൾ മാത്രം വരുന്ന ഒരു ഇതല്ല, നമ്മുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി തരുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. അപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മളെ നീതീകരിച്ച് നമ്മളെ നടത്തണം, അല്ലെ? നമ്മളൊരു കുറ്റം ചെയ്താൽ അപ്പൊ ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടെ. ഇപ്പം ഈ ദുരാത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദുരാത്മാവ് എപ്പം വേണേ കയറി വരാം,
എപ്പം വേണേ ഇറങ്ങിപ്പോകാം. അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. നമ്മൾ ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കണം, അല്ലേ? നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് കർത്താവിനോട് നമ്മൾ ഉരുകി പ്രാർത്ഥിച്ച് അല്ലെ, നമ്മളൊന്ന് അഭിഷേകം പ്രാപിക്കാനൊക്കെ അല്ലേ, ഇവിടെ ഉള്ളവർക്ക് അറിയാം നമ്മൾ എത്ര നാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് അല്ലേ പരിശുദ്ധാത്മാവ് നമുക്കൊന്ന് കിട്ടുന്നത്. അപ്പൊ അതുപോലെ നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ അതുപോലെ ആഗ്രഹിച്ചാലേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും ഇടപെടൽ സംസാരം എല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെട്ടതായിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ വിശുദ്ധീകരിച്ച് ഇപ്പൊ ഞങ്ങള് ഈ ഒരു ഇതിന്റെ നമ്മുടെ ഒരു ഇപ്പം പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഈ DNA ഒക്കെ ഇങ്ങനെ ഇപ്പൊ പല അസുഖങ്ങളുണ്ട്, ഈ ജനിതകമായിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഈ എന്താ പറയുന്നത് ആൽഷൈമേഴ്സ്, അതുപോലെ ഹീമോഫില, അങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ പേരൻസിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പം പുതിയ ഇത് മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ജീനിനെ അങ്ങ് മുറിച്ചു മാറ്റും നമ്മുടെ DNA അപ്പൊ നമ്മുടെ ഒരു തലമുറയ്ക്കും പിന്നെ അസുഖം വരത്തില്ല. അതുപോലെയുള്ള മരുന്നുകളൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത എല്ലാത്തിനെയും കട്ട് ചെയ്ത് അവസാനം നമ്മൾ എങ്ങനെ ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ ദൈവം, അല്ലെ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ പുത്രന്മാരായിട്ട് മാറുന്നത്. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. പക്ഷെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ഓരോ പ്രവൃത്തികളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കണം. നമ്മൾ ദൈവത്തെ പോലെ ആകണം, ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം മാറ്റി നമ്മുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവത്തിന് തുല്യമാക്കും. അന്നേരമാണ് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം, അല്ലെ, ഈ DNA ടെസ്റ്റ് ചെയ്തിട്ടല്ല നമ്മളെ എന്തോ പറയുന്നത് ഓരോ മാതാപിതാക്കളാണോന്നോ സഹോദരങ്ങളാണോന്നോ ഒക്കെ തിരിച്ചറിയുന്നത്. അതുപോലെ നമ്മുടെ DNA കർത്താവിന്റെ DNA തുല്യമാകണം. എല്ലാം മുറിച്ച് മാറ്റി പരിശുദ്ധാത്മാവിനെ നമ്മൾ ഓരോ ദിവസവും മുറിച്ച് മാറ്റി അങ്ങനെ നമ്മൾ ദൈവസന്നിധി നിൽക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് അവസാനം ദൈവസന്നിധി മഹത്വീകരിക്കപ്പെടുന്നത്. അപ്പൊ മൂന്നാമത്തെ ഘട്ടമാണ് മഹത്വീകരണം, അതായത് ഗ്ലോറിഫിക്കേഷൻ. അപ്പൊ 3 ഘട്ടങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ഒന്ന് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. 2 സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. 3 ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഭൗതികരണം. അപ്പൊ നമ്മളിപ്പം കടന്നു പോകുന്ന ഈ സാഹചര്യം വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തില് മോശെ സെലോഫിഹാദിന്റെ മക്കളെ സഹായിച്ച പോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആ വാഗ്ദത്ത നാട്ടിൽ എത്തണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഓരോ വാക്കുകൾ കേട്ട് നമ്മൾ മുന്നോട്ട് പോകണം എല്ലാ ദിവസവും. അപ്പം ഇനി അവര് വിശ്വസിച്ചാൽ മാത്രമല്ല, ഇനി ആ സംഖ്യാപുസ്തകം അവസാനിക്കുന്നതും ഇവരെ കുറിച്ച് തന്നെയാണ്, സെലോഫഹാദിന്റെ മക്കളെ കുറിച്ച് തന്നെയാണ്. അപ്പൊ അതിന്റെ 36-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോസെഫിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തു വന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും ഗോത്രപ്രമാണികളായ പ്രഭുക്കന്മാരുടെയും മുമ്പാകെ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ യഹോവ ജയമാനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുപ്പാൻ ജയമാനിന് യഹോവയുടെ കൽപ്പന ഉണ്ടായി. എന്നാൽ അവർ ഇസ്രായേൽ മക്കളുടെ മറ്റു ഗോത്രങ്ങളിലെ പുരുഷന്മാരിൽ വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിന്റെ അവകാശത്തോടെ കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിന്റെ ഓഹരിയിൽ നിന്ന് പോയി പോകും. ഇസ്രായേൽ മക്കളുടെ യോവേൽ സംവത്സരം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേർന്ന ഗോത്രത്തിന്റെ അവകാശത്തോടെ കൂടുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. അപ്പോൾ മോശ യഹോവയുടെ വചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് യോസേഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. യഹോവ സെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ
തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ മാത്രമേ ആകാവൂ. അപ്പൊ അവർക്ക് നമ്മളെ വിശ്വസിക്കുന്ന മാത്രല്ല, വിശ്വാസത്തിൽ ഒരു അനുസരണമുണ്ട് അല്ലെ. അത് നമുക്ക് അനുസരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ദൈവം തരും. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വാഗ്ദത്തം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ സെലോഫിയാന്റെ മക്കളുടെ കാര്യത്തിലും. അവിടെ അവര് പിന്നെ അവരോട് ദൈവം പറയുക. അപ്പൊ അവർക്ക് ഇത് ചെയ്തു, അവകാശം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത പ്രശ്നം വന്നു വെച്ചാൽ ഇവരിപ്പോ കല്യാണം കഴിച്ച് വേറെ ഗോത്രത്തിൽ പോയി കഴിഞ്ഞാല് ആ ഗോത്രത്തിന്റെ അവകാശമായിട്ട് ഈ പിന്നെ മനുഷ്യരുടെ ഗോത്രത്തില് വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് അന്നേരം അവര് പോയി അവരുടെ കൺസേൺ അറിയിച്ചു. അപ്പം മോശ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെ വേണേ കല്യാണം കഴിക്കാം, പക്ഷെ ഈ ഗോത്രത്തിലുള്ളവരെ മാത്രമേ നിങ്ങൾ അപ്പൊ അവരതുപോലെ അനുസരിച്ചു. അപ്പം അനുസരണമുണ്ട്, വിശ്വാസത്തിൽ ഒരു അനുസരണമുണ്ട്. അവര് പിതാക്കന്മാര് പറഞ്ഞ പോലെ തന്നെ അവരനുസരിച്ചു, അതുപോലെ ഇത് ചെയ്തു. അവരുടെ പേരിൽ ചില പട്ടണങ്ങളൊക്കെ അറിയപ്പെടുവാൻ ഇടയായി. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നവർ മാത്രമല്ല, എന്തോ വിശ്വാസത്തിൽ നമുക്കൊരു അനുസരണമുണ്ട്. അപ്പൊ നമ്മള് എബ്രായ ലേഖനം 11-6 കാണുന്ന പോലെ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയും. കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നും വിശ്വസിക്കേണ്ടതല്ലോ അല്ലയോ. അപ്പം നമുക്ക് പ്രതിഫലം തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ ചിന്തിക്കുമായിരുന്നു, ജ്ഞാനികളുടെ ജ്ഞാനിയാണ് അല്ലെ ശലോമോൻ അല്ലെ. എല്ലാ കാര്യത്തിനെയും പറ്റി ശലോമോന് നല്ല അറിവായിരുന്നു. അപ്പം ഈ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഒരു പിതാവാണ്. മക്കളെ ഏറ്റവും ജ്ഞാനത്തിലും ഇതിലും വളർത്തേണ്ട ഒരു ആളാണ് ശലോമോൻ. പക്ഷെ നമുക്കറിയാം ശലോമോന്റെ മകന് സംഭവിച്ച എന്തുവാണ് അല്ലെ. ശലോമോന് ജ്ഞാനം ദൈവം കൊടുത്തു, പക്ഷെ എന്തു പറഞ്ഞു, വിവേകവും ദൈവ പരിജ്ഞാനവും ഇല്ലായിരുന്നു എന്നാലും എനിക്കുന്നത്. കാരണം ശലോമോൻ എന്ത് ചെയ്തു, ആരോടും യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അയൽരാജ്യത്തുള്ള എല്ലാ ഇതിൽപ്പെട്ട എല്ലാവരെയും, അന്യജാതിക്കാരെ എല്ലാം വിവാഹം കഴിച്ചതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി, തന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാനോ മീൻസ് കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ നടത്തുവാനോ പ്രാപ്തരായ അമ്മമാരില്ലാതെ പോയി. അതിന്റെ കാരണം കൊണ്ട് എന്തുപോയി, ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു അല്ലെ. അപ്പൊ ജ്ഞാനിക്ക് പോലും തൻ്റെ മക്കളെ നന്നായിട്ട് വളർത്താൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഇംഗ്ലണ്ടിൽ ജീവിച്ച ഈ ഒരു 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു അമ്മയുടെ കഥ ഞാൻ വായിക്കാനിടയായി. സൂസന വെസ്ലി എന്നാണ് അമ്മ. പലരും കേട്ടിട്ടുണ്ടായിരിക്കും അമ്മയുടെ കാര്യം അല്ലെ. 9 മക്കളുണ്ടായിരുന്നു. അത് 18 മക്കളുണ്ടായി, അതിൽ 9 മക്കൾ ശേഷിച്ചു. ഭർത്താവാണെങ്കിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ, ഇപ്പൊ കണം കൊടുക്കേണ്ടതും ഓരോ പ്രശ്നങ്ങൾ കാരണം മിക്കവാറും ജയിലിൽ തന്നെയായിരുന്നു. ഈ മാതാവ് ഒറ്റയ്ക്ക് ഈ 9 മക്കളെ, അതിൽ ചില മക്കൾക്കൊക്കെ ഈ വികലാംഗരായ മക്കളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ അമ്മ ഒരു തീരുമാനം എടുത്ത്, എന്നും ഞാൻ പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ. അങ്ങനെ അമ്മ തലേ തുണി ഇടുമ്പോൾ ഈ മക്കൾ മനസ്സിലാക്കും അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക, അതുകൊണ്ട് ഒരു മക്കളും അമ്മയെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകത്തില്ല. അപ്പൊ അങ്ങനെ ആ മാതാവ് പ്രാർത്ഥനയുടെ ഒന്നുമില്ല ആ മാതാവിന് മുന്നോട്ട് നോക്കാൻ. പ്രാർത്ഥനയുടെ ഫലമായിട്ട് മകൻ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, അറിയാലോ ചാൾസ് വെസ്ലി ആണ്. ജോൺ വെസ്ലി ആണല്ലോ മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനും ഇംഗ്ലണ്ടിലെ ഉണർവിന്റെ കാരണക്കാരനുമാണ്. മെത്തഡിസ്റ്റ് സഭയിൽ ആ ഇംഗ്ലണ്ടിലെ അനേകരെ അല്ലെ, ഇംഗ്ലണ്ടിലെ മൊത്തം കർത്താവിന് വേണ്ടി നേടുവാൻ വേണ്ടി ദേവദാസന് സാധിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെയും വന്നു, മെത്തഡിസ്റ്റ് സഭ സ്ഥാപിച്ചു. മെത്തഡിസ്റ്റ് സഭയുടെ മിഷണറിമാരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അനേകരെ കർത്താവിലേക്ക് ആക്കി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് കർത്താവിനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മാതാവിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞാൽ അതിന് യാതൊരു അതിശയോക്തിയില്ല. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കൊച്ചു പൈതലിന്റെ കഥ നമുക്കറിയാം, മേരി ജോൺസ് അല്ലെ. ദൈവവചനം വായിക്കണം, പഠിക്കണം എന്നുള്ള ആ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് ഒരു ബൈബിൾ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു. ഈ ലോകം മുഴുവൻ ദൈവവചനം അപ്പം വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ടുള്ളിടത്തൊന്നും വലിയ പ്രഗത്ഭരോ അല്ലെങ്കിൽ വലിയ കഴിവുള്ളവരോ അല്ലെങ്കിൽ ആരും അല്ലായിരുന്നു അല്ലെ. ചെറിയ ഒരു മാതാവ്, നിസ്സഹായ ഒരു മാതാവ്, നിസ്സഹായ ഒരു പെൺകുട്ടി, വെറും പാവപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു മേരി ജോൺസ്. ഒരു ബൈബിൾ വായിക്കണം, തനിക്കൊരു ബൈബിള് തൻ്റെ കയ്യിൽ വായിക്കാൻ വേണ്ടി വേണമെന്നുള്ള ആ കുഞ്ഞിന്റെ ആഗ്രഹമാണ്
ബൈബിൾ സൊസൈറ്റി ഉണ്ടാക്കി. എത്ര പേര്, കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് ബൈബിൾ വായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും അധികം വായിക്കുന്ന, ഏറ്റവും അധികം ഭാഷയെ തർജ്ജമ ചെയ്യപ്പെട്ടുള്ള ഒരു പുസ്തകം ബൈബിളാണ്. അപ്പൊ അതിന് കാരണക്കാരിയായത് മേരി ജോൺസ് ആണ്. അപ്പൊ ഈ മേരി ജോൺസോ സൂസന്ന വെസ്ലിയോ ഒന്നും ഒരു പ്രഗത്ഭരല്ലായിരുന്നു അല്ലെ. അതേസമയം ശലോമോൻ പ്രഗത്ഭനായിരുന്നു. ജ്ഞാനികൾ ജ്ഞാനിയായിരുന്നു. പക്ഷെ ആ ഇസ്രായേൽ ഇതേ നശിച്ചുപോയി അല്ലേ, ആ രാജ്യമേ. അപ്പം അങ്ങനെ നമ്മളുടെ പ്രാർത്ഥന അല്ലെ, ഇപ്പൊ ഈ സലഫിയാദിന്റെ പെമ്മക്കളാണെങ്കിലും അവർക്ക് വാഗ്ദത്വം ഉണ്ട്. പക്ഷെ അവര് ആ വാഗ്ദത്വം പ്രാപിക്കാൻ അവരൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു അല്ലെ, ദൈവസന്നിധി നിൽക്കാൻ അവർ തീരുമാനിച്ചു. അപ്പൊ നമ്മൾക്ക് വാഗ്ദത്തങ്ങൾ ദൈവം അനേകം തന്നിട്ടുണ്ട്. പക്ഷെ ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നമ്മൾ വെക്കുന്ന സ്റ്റെപ്പ്, അതാണ് ദൈവം കണക്കിടുന്നത് അല്ലെ. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കി ജീവിക്കാം. നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മെ വഴി നടത്താൻ ശക്തനാണ്. പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് ഇന്ന് ജീവിച്ച് മരിക്കാനുള്ളവരല്ല, മറിച്ച് നമ്മൾ ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും. ദൈവസന്നിധി നമുക്ക് കേൾക്കണം ഒരു വചനം ദൈവത്തിന്റെ വായിൽ നിന്ന്. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും ഇപ്പം ഓരോ വിഷയങ്ങൾ നമുക്ക് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണം നമുക്ക് അറിയത്തില്ല. എന്നാലും നമുക്കതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്ന് വെച്ചാൽ നമ്മുടെ വാഗ്ദത്ത നാട് അല്ലെ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ കർത്താവ് കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലെ, കൃപയാൽ. പക്ഷെ നമ്മൾ നീതീകരിക്കപ്പെടണമെങ്കിൽ അല്ലെ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെയും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പുസ്തക പഠനം എല്ലാം നമുക്ക് ആവശ്യം. വചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കി, ആ വാഗ്ദത്ത നാടിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി നമുക്ക് ജീവിക്കാം. ഈ ലോകമല്ല, മറിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി ആ വാഗ്ദത്ത നാട്, ആ പുതിയ യെരൂശലേമിൽ നമ്മൾ എത്തണം. അതിനുവേണ്ടി ദൈവം അതുപോലെ ചിലരെങ്കിലും നമുക്ക് കർത്താവിന് വേണ്ടി നേടണം. ഒത്തിരി നമുക്ക് സുവിശേഷം പറയാനൊന്നും, നമുക്ക് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ, സൂസൻ അവസരം ചെയ്ത പോലെ അല്ലേ. ഒരുപക്ഷെ നമ്മുടെ തലമുറയെ ദൈവം ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും, നമ്മുടെ ഒരു ചർച്ച് മെമ്പറിനെ ആരെങ്കിലും ഉപയോഗിച്ചാൽ മതിയല്ലോ. വലിയ വലിയ മിഷണറിമാരെ ഒരുക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയല്ലോ അല്ലെ. ദൈവമക്കളെ നശിപ്പിക്കാൻ ഇറങ്ങിയ ശൗല ഒറ്റ നിമിഷം കൊണ്ട് അല്ലെ, ആ ക്രിസ്ത്യാനികൾ എന്നുള്ള ആ ഒരു സമൂഹത്തെ മൊത്തം ഇപ്പം ഞാൻ നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇതും മേടിച്ചോണ്ട്, ഓർഡറും മേടിച്ചോണ്ട് ഇറങ്ങിയ ശൗലിനെ ഒറ്റ നിമിഷത്തെ ദൈവത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് ജാതികളുടെ അപ്പോസ്തലൻ അല്ലെ, പൗലോസ് മുഖാന്തരം അല്ലെ, ഒറ്റ നിമിഷം കൊണ്ട് പൗലോസാക്കി മാറ്റി. ആ പൗലോസ് മുഖാന്തരമാണ് കൂടുതലും ഒരുപാട് പേര് ജാതികളുടെ അപ്പോസ്തലനായിട്ട് പൗലോസ് മാറി. അപ്പം നമുക്കും അതുപോലെ കർത്താവിന് ഒരു നിമിഷം മതി. നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ചെറിയ ഒരു കൈത്താങ്ങൽ, അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധാത്മ നമ്മളെ എങ്ങനെ നടത്തുന്നു, പരിശുദ്ധാത്മാവിന്റെ ആ ഇതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും, എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും, മന്നാവനാം എന്നേശുവോടു കൂടെ വാണിടും, എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഹർമ്മ്യം, എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം, കണ്ടാനന്ദിച്ചിടാം നിത്യമായി വാണിടാം, എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാനെന്നു ചേരുമോ. ഹല്ലേലൂയ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, മറിച്ച് നമ്മുടെ വാഗ്ദത്ത നാടിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി ദൈവസേന നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പുതിയ ദേശത്തായിരിക്കുന്നു. ഞങ്ങളുടെ ജോലി കാര്യങ്ങളെല്ലാം ദൈവസ്ഥാനത്തും കൂടിയിരിക്കേണ്ടതിന്, ദൈവം ഞങ്ങളിവിടെ നടത്തേണ്ടതിന്, ഞങ്ങളിപ്പോൾ L1 വിസയിലാണ് ആയിരിക്കുന്നത്.
ഗ്രീൻ കാർഡൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി അതിനുള്ള എല്ലാ ക്രമീകരണവും ദൈവം ചെയ്യാൻ വേണ്ടി ദൈവമക്കളെ ഏവരെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളൂ.